ഓൺലൈൻ ടാക്സി സേവനങ്ങളെ നിയന്ത്രിക്കാൻ സർക്കാർ പുതിയ നിയമം കൊണ്ടുവരും. ഇതനുസരിച്ച് യാത്രക്കാരനും സേവനദാതാവിനും ഇടയിലുള്ള കമ്മീഷൻ ഇനി സർക്കാർ നിശ്ചയിക്കും. യാത്രക്കാരും ടാക്സി ഡ്രൈവർമാരും ഒരേപോലെ പരാതിപ്പെടുന്ന ഒന്നാണ് ഓൺലൈൻ ടാക്സി സർവീസ് നടത്തുന്ന കമ്പനിക്കാരുടെ തീവട്ടിക്കൊള്ള. അതിന് സർക്കാർ ഒരു പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ്. അഗ്രിഗേറ്റഡ് പോളിസി നടപ്പിലാക്കാനൊരുങ്ങുകയാണ്. അത് വരുന്നതോടുകൂടി ഇനിയുള്ള ഓൺലൈൻ ടാക്സി സർവീസ് കമ്പനിക്കാരുടെ കമ്മീഷൻ സർക്കാർ വ്യവസ്ഥ ചെയ്യും. അത് യാത്രക്കാർക്കും ടാക്സി നടത്തുന്നവർക്കും ഗുണമോ ദോഷമോ പരിശോധിക്കാം. ചോദ്യം ഇതാണ്: ഓൺലൈൻ ടാക്സി ഭീമന്മാരായ കമ്പനികളെ സർക്കാർ നിയന്ത്രണത്തിലാക്കുന്നു. യാത്രക്കാരനായ താങ്കളുടെ അഭിപ്രായം എന്താണ്? ഉത്തരം ഓഫ് കോഴ്സ് ഗുണമല്ലേ. അങ്ങനെ ഏകീകൃത റേറ്റിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഗുണമായിരിക്കും. ഗുണമാവും. അല്ല, അതൊരു പരിധിവരെ ഗുണം ചെയ്യും. ചിലവർക്ക് ഗുണമാവുമായിരിക്കും, ചിലവർക്ക് ഗുണമാവില്ലായിരിക്കും. സ്വകാര്യ കമ്പനികൾക്ക് ഏർപ്പെടുത്തുന്ന അഗ്രിഗേറ്റർ നയം ടാക്സി ഡ്രൈവർമാർക്കും ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ. അപ്പോൾ ഈ കമ്മീഷൻ വ്യവസ്ഥിതി വളരെ കൂടുതലാണ്. അപ്പോൾ അത് കുറച്ച് നമ്മൾ ഡ്രൈവർമാർക്ക് ഗുണം ചെയ്യുന്ന രീതിയിലാണെങ്കിൽ നല്ല കാര്യമാണ്. പോളിസി വന്നു കഴിഞ്ഞാൽ ലാഭകരമാണ്. കാര്യം 80% നമുക്ക് കിട്ടും, വണ്ടിക്കാർക്ക് കിട്ടും. 20% കമ്മീഷൻ പോകുന്നുള്ളൂ. നിയമനിർമ്മാണത്തിന് വേണ്ടിയുള്ള കമ്മിറ്റികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. കുറേ കാലം കൊണ്ട് അതിൻ്റെ നടപടികളുമായിട്ട് മുമ്പോട്ട് പോകുന്നു. പക്ഷേ ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. അങ്ങനെ നടപ്പിലാക്കുകയാണെങ്കിൽ അത് ടാക്സി മേഖലയിലുള്ള പ്രവർത്തിക്കുന്നവർക്ക് ഗുണം തന്നെയാണ്. ഇപ്പോൾ ഏകീകൃതമായിട്ട് റേറ്റ് കൂടിയാലും അവരെ കമ്മീഷൻ കുറയ്ക്കുന്നതിൽ യാതൊരു ഏകീകൃതം ഇല്ലല്ലോ. കമ്മീഷൻ കുറയ്ക്കുന്ന രീതിയൊന്നും പറഞ്ഞിട്ടില്ല. റേറ്റ് കൂടിയാലും കമ്മീഷൻ കുറയ്ക്കാതിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? സർക്കാരിന്റെ ഓൺലൈൻ ടാക്സി സംവിധാനമായ സവാരിക്കും നയം ഗുണകരമാകും. ആപ്ലിക്കേഷന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് പുറത്തിറക്കിയാൽ. അല്ല, സഫാരി എന്ന് പറയുന്നത് ഏകദേശം നല്ല റേറ്റുള്ളൊരു സംഭവം. നല്ല റേറ്റാണ്, കുഴപ്പമില്ല, കസ്റ്റമറും ഉണ്ട്. പക്ഷേ ആപ്പിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് അതിങ്ങനെ വന്നത്. നമുക്ക് ലോങ് റൈഡും എല്ലാം കസ്റ്റമറെല്ലാം ബില്ലിങ്ങാണ്. പക്ഷേ അതിനകത്ത് ലോങ് പോകാനുള്ള ഒരു ഫെസിലിറ്റി അങ്ങനെ ഒന്നും അതിനകത്തില്ല. പിന്നെ ആപ്പ് വളരെ സ്ലോയാണ്. നമുക്ക് തന്നെ പലപ്പോഴും അത് ഓണാക്കാക്കൂല. അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. കസ്റ്റമറിൻ്റെ ഭാഗത്തും ഒരു പ്രശ്നവുമില്ല, വാഹനങ്ങളിലും കുറവൊന്നുമില്ല. സ്വകാര്യ ടൂറിസ്റ്റ് ബസ്സുകളെയും നയത്തിൽ ഉൾപ്പെടുത്തും. വീഴ്ച സംഭവിച്ചാൽ മോട്ടോർ വാഹന വകുപ്പിന് പരാതിയും നൽകാം. ഉത്സവകാലങ്ങളിൽ ടിക്കറ്റ് കൊള്ള നടത്താതെ യാത്രക്കാർക്ക് സംരക്ഷണം നൽകാമെന്നു തന്നെയാണ് വലിയ നേട്ടം. രഞ്ജിത്ത് ഫ്രാൻസിസിനൊപ്പം ഹരികൃഷ്ണൻ, 24, തിരുവനന്തപുരം.